ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ചെയ്യുന്നത്. 3 ഡോട്ട് വരുന്ന നോർമൽ ബ്ലൗസാണ് ഇന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നത്. ചുളിവുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാനൊന്ന് ക്ലോത്ത് അയൺ ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്യുമ്പോൾ ക്ലോത്ത് നമ്മൾ വാങ്ങുമ്പോൾ എങ്ങനെയാണോ ഫോൾഡിങ് ഉള്ളത് അതുപോലെ തന്നെ മടക്കി ഇടുക. തേര് വശം ഒരുമിച്ച് അങ്ങോട്ടേക്ക് വരണം. ഫോൾഡിങ് ഈ വശത്തേക്കാണ് വരേണ്ടത്. നമ്മൾ കട്ട് ചെയ്ത് വാങ്ങുമ്പോഴത്തേന് താഴ്ഭാഗം ലെവലായിരിക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ അതൊന്ന് ലെവൽ ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. അതിനുശേഷം ഇവിടെ ടോട്ടൽ ലെങ്ത് വരുന്നത് 15 ഇഞ്ചാണ്. ഇവിടെ ഒരു കസ്റ്റമറിൻ്റെ ബ്ലൗസാണ്. അപ്പോൾ ഞാൻ കസ്റ്റമറിൻ്റെ ബ്ലൗസിൽ നിന്ന് അളവുകളെല്ലാം മെഷർമെൻറ്റ്സ് എല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമറിൻ്റെ ബ്ലൗസിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 15 ഇഞ്ചാണ്. അപ്പോൾ ഞാനിവിടെ തയ്യൽ തുമ്പ് കൊടുക്കുന്നത് 1/4 ഇഞ്ച് വെച്ചിട്ടാണ്. അതായത് 1/4 ഇഞ്ച് വേസ്റ്റിൻ്റെ ഭാഗത്തും 1/4 ഇഞ്ച് ഷോൾഡറിൻ്റെ ഭാഗത്തും. അപ്പോൾ 15 ഇഞ്ചിൻ്റെ കൂടെ മുകളിലത്തെ 1/4 ഇഞ്ചും താഴത്തെ 1/4 ഇഞ്ചും ഉൾപ്പെടെ 1/2 ഇഞ്ച് ആഡ് ചെയ്യുമ്പോഴത്തേന് 15.5 ഇഞ്ച് കിട്ടും. അപ്പോൾ ഞാൻ 15.5 ഇഞ്ച് ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുക്കുന്നതെങ്കിൽ മുകളിൽ 1/2 ഇഞ്ചും താഴെ 1/2 ഇഞ്ചും ഉൾപ്പെടെ 15 കൂടെ 1 ഇഞ്ച് ആഡ് ചെയ്യണം. അതായത് 16 ഇഞ്ചാണ് നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ 1/4 ഇഞ്ചാണ് ഇവിടെ തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. 1/4 ഇഞ്ച് ഇവിടെ തയ്യൽ തുമ്പ് ഉൾപ്പെടെ 15.5 ഇഞ്ച് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ഷോൾഡറാണ്. ഇവിടെ ഷോൾഡർ ഗ്യാപ്പ് എടുത്തിട്ടുള്ളത് 6.25 ഇഞ്ചാണ്. ഞാൻ 6.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. 6.25 ഇഞ്ച് താഴ്ത്തി ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ 2 ലൈനിങ് കൂടെ ഈ 2 മാർക്കിങ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാനിവിടെ ഒരു 6.25 ഇഞ്ച് ഇവിടെ നിന്ന് മാർക്ക് ചെയ്തിട്ട് ഇതിനെ ഒരു സ്ട്രെയിറ്റ് ലൈനാക്കി മാർക്ക് ചെയ്ത് കൊടുക്കും. 6.25 ഇഞ്ച് ഇങ്ങോട്ടേക്കും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ 2 മാർക്കിങ്സും കൂടി ജോയിൻ ചെയ്യുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് ചെസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 42 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. 42 ഇഞ്ചിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേന് 10.5 ഇഞ്ച് വരും. അപ്പം ആ 10.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. കസ്റ്റമറിൻ്റെ ബ്ലൗസിൽ നിന്നെടുത്ത അളവായതുകൊണ്ട് സെയിം തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. 1.25 ഇഞ്ച് ഞാൻ ഇങ്ങോട്ടേക്ക് തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് കൊടുക്കും. ചെസ്റ്റ് നമ്മൾ ആം ഹോള് മാർക്ക് ചെയ്തതിന് ശേഷം, ഇത് ഞാൻ ആം ഹോളാണ് മാർക്ക് ചെയ്തേക്കുന്നത്. ആം ഹോള് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം. ചെസ്റ്റ് എത്രയാണോ വരുന്നത് അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 1.25 ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ എക്സ്ട്രാ ലൂസൊന്നും കൊടുക്കാത്തത് നോർമൽ ബ്ലൗസിൽ, അതായത് അളവ് തന്നേക്കുന്ന ബ്ലൗസിൽ എത്രയേ ഉള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ മെഷർമെൻറ്റ് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് വേസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം. വേസ്റ്റ് മാർക്ക് ചെയ്യാൻ ഇവിടെ ടോട്ടൽ വേസ്റ്റ് വന്നേക്കുന്നത്, വേസ്റ്റ് റൗണ്ട് വന്നേക്കുന്നത് 35.5 ഇഞ്ചാണ്. അപ്പോൾ അതിനെ 4ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ 8.25 ഇഞ്ച്, 8.25 പോയിൻ്റ് ഒരു സംതിങ് കൂടെ വരും. ഞാൻ 8.25 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കൂടെ ഒരു 3/4 ഇഞ്ച് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ടോട്ടൽ 9.5 പോയിൻ്റ് 9.5 ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഒരിക്കൽ കൂടി പറയാം, നമ്മുടെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത്
ടോട്ടൽ 35.5 അതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് 8.25 പോയിൻറ്റ് സംതിങ് കൂടെ വരും. അപ്പോൾ ഞാനത് 8.25 എടുക്കുന്നു. ആ 8.25ൻ്റെ കൂടെ 3/4 ഇഞ്ചും കൂടി എക്സ്ട്രാ മാർക്ക് ചെയ്യാം. ആഡ് ചെയ്യുമ്പോഴത്തേന് നമുക്ക് 8.25ൻ്റെ കൂടെ 3/4 ഇഞ്ചും കൂടെ ആഡ് ചെയ്യുമ്പോൾ 9.5 ഇഞ്ച് കിട്ടും. ആ 9.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കും. എന്നിട്ട് 1.25 ഇഞ്ച് അവിടെയും തയ്യൽ തുമ്പ് മാർക്ക്. ഇപ്പം നിങ്ങൾ ചോദിക്കും ഇവിടെ 3/4 ഇഞ്ച് എന്തിനാണ് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുത്തത്? ആ 3/4 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ നിന്ന് മുകളിലേക്ക് ഡാട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഡാട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെയാണ് പിടിച്ചിട്ട് ഡാട്ട് ഇടുന്നത്. അപ്പോൾ ആ ഡാട്ട് നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേന് ഇവിടുത്തെ വേസ്റ്റ് കറക്റ്റ് ആവും. അത് നമുക്ക് ഡാട്ട് കറക്റ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 9.5യുടെ പകുതി എടുക്കുക. 9.5യുടെ പകുതി എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ വരും. എന്നിട്ട് ഇവിടെ നിന്ന് 1/4 ഇഞ്ച് ഇങ്ങോട്ടേക്കും 1/4 ഇഞ്ച് ഇങ്ങോട്ടേക്കും മാർക്ക് ചെയ്യും. ഇവിടെ നിന്ന് ഇതുവരെയുള്ള ലെങ്ത്തിൻ്റെ പകുതി എടുക്കുക, മാർക്ക് ചെയ്തിട്ട് ആ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 1/4 ഇഞ്ചും ഇങ്ങോട്ടേക്ക് ഇതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ മാർക്കിങ് എത്രയാണെന്ന് നോക്കുക. ഒരു 4.25 ഇഞ്ചോളം ഉണ്ട്. ഞാൻ ആ ഒരു 4.25 ഇഞ്ച് തന്നെ ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കും. കുറച്ച് മുകളിലോട്ട് കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കും. നമുക്കിനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരേണ്ട ലെങ്ത്ത് 4 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. അല്ല ഇവിടെ വരും. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യുന്ന ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഇവിടെയും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കുക. അളന്ന് നോക്കുക. എനിക്ക് 4.25 ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെയായിട്ട് വരും. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ജോയിൻ ചെയ്യും. ഇനി നമ്മൾ ഇവിടെ ഇങ്ങനെ അടിക്കുമ്പോഴത്തേന് ഇവിടെ നിന്ന് കറക്റ്റ് നമുക്ക് വേസ്റ്റ് കിട്ടും. 3/4 ഇഞ്ച് ഇവിടെ കുറയും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആം ഹോൾ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആം ഹോൾ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ആദ്യം ഞാനിവിടെ 6.25 ഇഞ്ചാണ് കൊടുത്തത്. അതായത് 4 ഇഞ്ച് ഇവിടെ തയ്യൽ തുമ്പും പോയിട്ട് ഷേപ്പ് 6 കിട്ടും. 6ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 3 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആം ഹോൾ റൗണ്ട് എന്ന് പറയുന്നത് ഒരു സൈഡ് 8.5 ഇഞ്ചാണ് വരേണ്ടത്. അപ്പം ഞാനിവിടെ 8.5 ഇഞ്ച് നമുക്ക് കിട്ടുമെന്ന് നോക്കണം. ആം ഹോൾ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 1/2 ഇഞ്ചും, എന്നാൽ ഈ ആം ഹോൾ ഇവിടെ ഈ നമ്മൾ പകുതി എടുത്തില്ലേ അവിടെ ഒന്ന് മുട്ടിയിരിക്കുകയും വേണം. ഈ ലൈനിൽ മുട്ടി നിൽക്കണം. ഇത് നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മെഷർ ചെയ്ത് നോക്കാം. കറക്റ്റ് നമുക്ക് നമുക്ക് ലൈനിൽ വെച്ചാണ് മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ മെഷർ ചെയ്ത് പോവാം. മുകളിൽ തയ്യൽ തുമ്പ് വിട്ടിട്ട് നമ്മൾ അളക്കണമെന്നില്ല. തുടക്കക്കാർക്കാകുമ്പോൾ കുറച്ചുകൂടി നല്ലത് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നതാണ്. നമുക്ക് 8.5 വേണ്ടത്. ഇവിടെ കൂടുതലുണ്ട്, 9.5.1 വരെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആം ഹോൾ കറക്റ്റ് ആവില്ല. അപ്പോൾ നമുക്ക് 8.5 ആകുമ്പോഴത്തേന് ഈ ലൈന് കുറച്ചുകൂടെ മുകളിലോട്ട് വരച്ച് നോക്കാം. നമുക്ക് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും കൂടുതൽ വരും ആം ഹോൾ. അപ്പോൾ നമുക്ക് കുറയ്ക്കണമെങ്കിൽ കിട്ടുന്ന അളവിനേക്കാൾ കുറഞ്ഞിട്ടാണ് വേണ്ടതെങ്കിൽ മുകളിലോട്ട് നമുക്ക് മാർക്ക് ചെയ്ത് നോക്കാം. അപ്പം ഞാനിവിടെ നിന്നൊരു 5.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കും. 5.25 ഇങ്ങോട്ടേക്ക് ഞാൻ 5.25 മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് സ്ട്രെയിറ്റ് ലൈൻ 4 ഇഞ്ച് ഞാനിവിടെ തയ്യൽ തുമ്പിന് വിട്ടിട്ട് 5ൻ്റെ പകുതി എന്ന് പറയുന്നത് 2.5 ഇഞ്ച്. ഞാൻ വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു 1/2 ഇഞ്ചോളം ഗ്യാപ്പ് ഇവിടേക്ക് വിട്ട് വെക്കുക. എന്നിട്ട് ഇങ്ങനെ നമ്മൾ ഇവിടെ വരച്ച
വേസ്റ്റ് തന്നെ 1/2 ഇഞ്ചിനെ ഇങ്ങോട്ടേക്കും മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് അളന്ന് നോക്കാം കറക്റ്റ് കിട്ടുമെന്ന്. കറക്റ്റ് 8.5.1 ഉണ്ട്. ആ പോയിൻ്റൊന്നും കുഴപ്പമില്ല, അപ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ആം ഹോളിൻ്റെ ഇവിടെ നിന്നും വേസ്റ്റിൻ്റെ ഇവിടേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് യോജിപ്പിക്കാം. നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് ഈ വേസ്റ്റിൻ്റെ മാർക്ക് ചെയ്തേക്കുന്ന അവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ മാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് ഈ ലൈൻ ഇവിടേക്ക് ഈ പോയിന്റിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. കാരണം നമ്മൾ തയ്ച്ച് വരുമ്പോഴത്തേനും ഒരു തൂങ്ങി ഇങ്ങനെ നിൽക്കും ഇവിടെ. അപ്പോൾ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് നെക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഷോൾഡർ വിഡ്ത്ത് കൊടുക്കുന്നത് 3 ഇഞ്ചാണ്. 3 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. 3 ഇഞ്ചിനെ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു. എനിക്ക് ടോട്ടൽ ബാക്ക് നെക്ക് ഡെപ്ത് വേണ്ടത് 7 ഇഞ്ചാണ്. ആ 7 ഇഞ്ചിനെ ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു. 7 ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് ഇതിനെ യോജിപ്പിക്കും. നമ്മൾ ആംഹോൾ കർവ് വെച്ചിട്ട് നെക്ക് റൗണ്ട് ചെയ്തെടുക്കാം. നമുക്ക് നല്ല ഡീപ്പായിട്ട് കുറച്ചുകൂടി നല്ല റൗണ്ടിന് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് വരച്ചെടുക്കാം. പിന്നെ ഒരു കാര്യം, നമ്മളിവിടെ ബാക്ക് നെക്ക് ഇത്രയും ഇറക്കമേ ഉള്ളതുകൊണ്ടാണ് ഇവിടെ 4 ഇഞ്ച് കൊടുത്തത്. ഇവിടെ നിന്ന് ഇവിടേക്ക് ഡോട്ടിൻ്റെ ലെങ്ത് 4 ഇഞ്ച് കൊടുത്തത്. ഇനി ഇതുവരെയൊക്കെ നമുക്ക് ഇറക്കം നെക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു 2 ഇഞ്ചൊക്കെ കൊടുത്താൽ മതിയായിരിക്കും. കാരണം അല്ലെങ്കിൽ ഇത്രയും മുകളിൽ കയറി നിൽക്കും ഡോട്ട്. ഒരു 2 ഇഞ്ചൊക്കെ ഡോട്ട് കൊടുത്താൽ മതിയായിരിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ബാക്ക് പാർട്ടിൻ്റെ മാർക്കിംഗ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ നമുക്കിപ്പോൾ ഞാനിവിടെ വൈറ്റ് ചോക്കിട്ട് മാർക്ക് ചെയ്തു, ഇവിടെ ബ്ലൂ ചോക്കിട്ട് മാർക്ക് ചെയ്തു. അപ്പോൾ ഞാൻ കറക്റ്റ് എന്ന് പറയുന്നത് ഈ ബ്ലൂ ചോക്കിട്ട് മാർക്ക് ചെയ്തതാണ്. കട്ട് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇതുപോലെ വരുന്നുണ്ടെങ്കിൽ കറക്റ്റ് ശ്രദ്ധിച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ.
പിന്നെ നമ്മൾ ഈ ഭാഗത്ത് ഇവിടെ ഒരു നോച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഇത് നോച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ഇവിടെ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കട്ടിയുള്ള പിന്നെന്തെങ്കിലും കുത്തി കൊടുക്കുക. അപ്പോഴത്തേന് കണ്ട ഒരു ഹോള് പോലെ വന്നിട്ടുണ്ട്. അവിടെ നമ്മളൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഈ നോച്ചിലേക്കും ജോയിൻ ചെയ്യാം. ഈ നോച്ചും കൂടിയിട്ട് ജോയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാക്ക് പാർട്ടിൻ്റെ കട്ടിങ് എന്ന് പറയുന്നത്. ഒരു വീഡിയോ കട്ടിങ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ കട്ടിങ് അടുത്ത വീഡിയോയിൽ കാണാം.